കൃഷിയോ എന്ന് മൂക്കത്ത് വിരൽ വെക്കാൻ വരട്ടെ. ഇതൊരു ഇന്റർനെറ്റ് ഗെയിമാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ഫേസ്ബുക്ക് മുഖേനയുള്ള ഫാം വില്ല എന്ന ഗെയിം. സാധാരണ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഗെയിമിലും ചെയ്യണം. വിളകൾ കൃത്യസമയത്ത് പറിച്ചെടുക്കുകയും വേണം. അല്ലെങ്കിൽ അവ വാടി കൊഴിഞ്ഞു പോകും. ദിവസവും കൃഷിസ്ഥലം പരിപാലിക്കാനായി മാത്രം ജോഷിയെ പോലെ അലാറം വെച്ച് എണീക്കുന്നവർ നിരവധിയുണ്ട് UAE-യിൽ. ഈ ഗെയിമിൽ അഡിക്റ്റ് ആയവർ. നമ്മൾ അഡിക്റ്റ് ആവുകയാണ്. മറ്റുള്ള ഗെയിമിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ടൈം പാസ് വേണ്ടി നമ്മൾ കളിക്കും. ഇതായത് നമുക്ക് ശരിക്കും ഫാമിൽ നമ്മളായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഗെയിമാണ്. ഇത്ര ടൈമിനുള്ളിൽ നമ്മൾക്ക് ഫ്രീ അവേഴ്സ് കിട്ടുന്നറിയാം. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള സീഡ്സ് ആണ്. അപ്പോൾ ഓരോ സീഡ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ തന്നെ സ്റ്റോർ ഉണ്ട്. അതിപ്പോൾ നമുക്ക് സീഡ് പർച്ചേസ് ചെയ്ത് നമ്മൾ അതിനകത്ത് ചെയ്യണം. ഫാമിൽ നമ്മൾ വിതയ്ക്കണം. അപ്പോൾ 12 അവേഴ്സിന് നമുക്ക് ഇന്നത്തെ ഡേ ബിസി ആണെങ്കിൽ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടുള്ള സീഡായിരിക്കും ഇല്ല. നമ്മളുടെ ഒരു ചാർട്ട് നമുക്കറിയാം നമ്മളുടെ എന്തൊക്കെ സംഭവിക്കുന്നത്. കാരണം ഇത് നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടവും, പോയിന്റ്സ് പോകും. അപ്പോൾ 4 അവേഴ്സ് 8 അവേഴ്സ് ഡിപ്പെൻസ് ഓൺ ദ ഡേ. നമ്മൾ ഒരു ദിവസത്തെ അനുസരിച്ചാണ് നമ്മൾ സീറ്റ് ഇടുന്നത്. ഇപ്പോൾ പതിനായിരങ്ങളാണ് ഫേസ്ബുക്ക് വഴി UAE-യിൽ മാത്രം ഇത്തരത്തിൽ സ്വന്തം കൃഷിസ്ഥലം പരിപാലിക്കുന്നവർ. ബാച്ചിലർ അക്കോമഡേഷനുകളിൽ ഫാം വില്ല ഗെയിം പടർന്നു പിടിച്ചിരിക്കുന്നു. എല്ലാവരും കൃഷിക്കാരാണ്. സുഹൃത്തുക്കളിൽ നിന്ന് ഈ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞ ശ്രീജിത്ത് ഇപ്പോൾ നല്ലൊരു കർഷകനാണ്. ദിവസവും 2 മണിക്കൂറിലധികമാണ് ഇദ്ദേഹം കൃഷിയുമായി കഴിയുന്നത്. ഫേസ്ബുക്ക് ഒരു നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. ഫ്രണ്ട്സ് തമ്മിൽ കോൺടാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഉള്ള ആപ്ലിക്കേഷൻസ് കുറേ ഉണ്ട്. ആപ്ലിക്കേഷൻസിൽ ഗെയിംസ് ഉണ്ട്. ഗെയിംസിൽ വരുന്ന ഒരെണ്ണമാണ് ഫാം വില്ല എന്ന് പറഞ്ഞാൽ. അത് ബേസിക്കായിട്ട് നമ്മളിപ്പം ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്കും വേറെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് പിന്നെ ഓരോ ലെവൽ പോകാൻ വേണ്ടി ഓരോ ഫ്രണ്ട്സിനെ വെച്ചിട്ട് അവിടെ ഹെൽപ്പോടുകൂടെ അവിടെ ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ച് അങ്ങോട്ടും തിരിച്ച് ഗിഫ്റ്റ്സ് കൊടുത്ത് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ഗെയിമാണ്. ഒരു സ്ട്രാറ്റജി കം ഫാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, സ്ട്രോബെറി തുടങ്ങി എന്തും നിങ്ങൾക്ക് ഈ നെറ്റിലെ കൃഷിസ്ഥലത്തിൽ വിളവിറക്കാം. പക്ഷേ അവയെ കൃത്യമായി പരിപാലിക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ഈ യുവാക്കൾ അലാറം വെച്ച് ഉറക്കമെണീറ്റ് നേരെ ഫാമിലേക്ക് ചെല്ലുന്നത്. വീറ്റ് ആണെങ്കിൽ 3 ദിവസമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നടുവാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വിളവെടുക്കാൻ പറ്റുന്നത്. ആ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊരു 3 ദിവസം കാണും. ആ 3 ദിവസത്തിനകം നമ്മൾ എടുക്കണം, വിളവെടുക്കണം. അല്ലെങ്കിൽ അത് പൊഴിഞ്ഞു പോകും. അത് പിന്നെ നമുക്കൊരു നഷ്ടമായിട്ട് വരും. അതായത് ഇപ്പം 2 മണിക്കൂറിൻ്റെ വരുന്ന ബെറീസ് ഉണ്ട്, സ്ട്രോബെറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും അത് ഹാർവെസ്റ്റ് ആവും. പിന്നെ അത് 2 മണിക്കൂറും കൂടി കാണും. ആ 2 മണിക്കൂറിനകത്ത് നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് നശിച്ചു പോകും. നശിച്ചു പോകുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവും. നമ്മുടെ പോയിന്റ്സ് പറയും. അപ്പോൾ ആ രീതിയിൽ പോകണം. കളിയുടെ ലെവലുകൾ മാറുന്നതിനനുസരിച്ച് മൃഗങ്ങളെ വളർത്താം. ഫീഡിംഗ് മെഷീനുകളും ട്രാക്ടറുകളും വാങ്ങാം, വീട് വയ്ക്കാം. ബേസിക്കായിട്ട് ഓരോ ലെവലനുസരിച്ച് ഓരോ ടൈപ്പ് ഓഫ് ക്രോപ്പ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ അനിമൽസ് ഉണ്ട്, അതിൻ്റെ കൂടെ ട്രീസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വീട് വയ്ക്കാം, ഫെൻസ് വയ്ക്കാം, ഡെക്കറേഷൻ ചെയ്യാം. ഓരോന്നിനും ഓരോ രീതിയിലുള്ള പോയിന്റ് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ ഫാമിൽ പോയിട്ട് അവർ സഹായിക്കുകയാണെങ്കിൽ അതിന് കുറേ പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഓരോ എക്സ്പീരിയൻസ് ലെവലുണ്ട്. ആ ഓരോ എക്സ്പീരിയൻസ് ലെവൽ അനുസരിച്ച് ഓരോ ലെവലിൽ നമുക്ക് പോകാൻ പറ്റും. ഗെയിമിലൂടെയാണെങ്കിലും കൃഷിക്കായി പരസ്പരം സഹായം ചെയ്യുകയും ഗിഫ്റ്റുകൾ കൈമാറുകയും ചെയ്യുന്നതിലൂടെ സഹായ മനോഭാവം വളരുമെന്ന് വാദിക്കുന്നു ചിലർ. കേരളത്തിൽ യുവാക്കൾ കൃഷിയോട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് യുവാക്കൾ കൃഷി ഇറക്കുകയാണ്. സൈബർ ലോകത്തല്ലാതെ യഥാർത്ഥത്തിൽ 1 ഏക്കർ മണ്ണ് കിട്ടിയാൽ ഇവരിൽ എത്ര യുവാക്കൾ കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുമെന്നതാണ് ഗൾഫ് റൗണ്ടപ്പിന്റെ ചോദ്യം.